I have got tons of taglines, okay? Islamic scholar, motivational speaker, influential speaker, public speaker, അങ്ങനെ ഒരുപാട് taglines എനിക്ക് കിട്ടിയിട്ടുണ്ട്. So ഫാത്തിമ മിൻഹ ബേസിക്കലി ഓൾ ദ വേ ഫ്രം കേരള, മലപ്പുറം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു മോളാണ്. ഒരുപാട് ഡ്രീംസും ഗോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് മൈ പാരൻസ് സപ്പോർട്ട് അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ മിറാക്കിൾസ് ആയിട്ട് ലൈഫിൽ കടന്നു വരുന്നുണ്ട്. 19 വയസ്സെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രായമാണ്. ഞാനൊക്കെ 19 വയസ്സിൽ എന്താണ് ചെയ്തത് എനിക്ക് അന്ധകാലം. I believe that a leader is who someone create the leaders. ഒരു ലീഡർ എന്ന് പറയുന്നത് ഞാൻ ബോസ് ആണ്, യു ഗൈസ് ഷുഡ് ബി അണ്ടർ മീ എന്ന് പറയുന്നതല്ല. ബാക്കിയുള്ള ലീഡേഴ്സിനെ വളർത്തിയെടുക്കുന്നവരാണ് ലീഡർ എന്ന് പറയുന്നത്. എന്താണ് ടീനെക്സ്? ടീനെക്സ് ഇസ് കംപ്ലീറ്റ്ലി ഫോർ ദി ടീനേജേഴ്സ് ടു ഗ്രോ ദംസെൽഫ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ. കുട്ടികളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എ ക്ലാരിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങുന്നുണ്ട്, +2 ഫുൾ A+ വാങ്ങുന്നുണ്ട്, ഡിഗ്രി പോകുന്നുണ്ട്, വൈബാക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ബട്ട് അവരുടെ അടുത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് ഹാവ് എൻ ആൻസർ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. വി കാൺ ഡിഫൈൻ എ പേഴ്സൺ ബൈ ദറ്റ് ഏജ്. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന കാര്യം, ഒരിക്കലും ഒരാളെ നിങ്ങൾ ഏജ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യരുത്. ഞാൻ ഏത് സെഷനിൽ പോയിട്ട് എൻ്റെ ഏജ് പറയാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി. അപ്പോൾ അവരിങ്ങനെ വണ്ടർ അടിക്കും എത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റർ ആണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പിക്ചർ ആളുകളുടെ മൈൻഡിലുണ്ട്. പിന്നെയും നമ്മൾ കുറച്ചെങ്കിലൊക്കെ മക്കൾ അടുപ്പം കാണിക്കുന്നത് ഉമ്മമാരോടാണ്. അതെ, അപ്പുറത്തൊരു മനുഷ്യനുണ്ട്, ഉപ്പ, പിതാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വലുതാവുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ ഉപ്പനോട് പറയാൻ പറ്റിയതാണോ? പിന്നെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? വലുതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയൂല. ഹായ്, നമസ്കാരം. RJ തൻവീർ ആണ് ഫ്രം 360 റേഡിയോ. ഇന്ന് നമ്മുടെ 360 സ്റ്റുഡിയോയിൽ ഒരു കിഡിലൻ ഗസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗസ്റ്റ് ആയിരിക്കാം ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന. ഒരു 19-കാരിയാണ്. കേരളത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ UAE കുറച്ച് പരിപാടികളുടെ ഭാഗമായിട്ട് വന്നതാണ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 19 വയസ്സാണെങ്കിലും സമപ്രായക്കാരായിട്ടുള്ള ആളുകളെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീൻ കോച്ചാണ്, ടീൻ മെന്ററാണ്. ഫാത്തിമ മിൻഹയാണ്. വെൽക്കം ഫാത്തിമ. താങ്ക് യു സോ മച്ച്. ഐ ആം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് 360 റേഡിയോ. നമുക്ക് ഒരുപാട് സന്തോഷം. ഫാത്തിമയുടെ വീഡിയോസ് പലതും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. റീസെന്റ് ആണ് എൻ്റെ ഫീഡിൽ ഫാത്തിമ വന്നു തുടങ്ങുന്നത്. അത് ഗംഭീരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഫാത്തിമ എപ്പോഴും കേൾക്കുന്നതായിരിക്കും 19 വയസ്സാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം അത് തന്നെയായിരിക്കും ഫാത്തിമ. എന്തായാലും എപ്പോഴും എവിടെ പോയാലും ചിലപ്പോൾ ആളുകൾ വന്ന് ചോദിക്കും PG എന്താ ചെയ്യുന്നത്? ഞാൻ പറയും +2 +1. അത്ര എത്തിയിട്ടുള്ളൂ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇത്രയല്ലേ കാണുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗമല്ലേ അറിയുള്ളൂ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ചില ഉമ്മമാരൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇത്ര ചെറിയ കുട്ടിയല്ലേ, ഇത്ര എല്ലാം കാണാമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏജിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മേ ബി സ്പീക്കിംഗ് അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ്. സൂപ്പർ. അപ്പോൾ ഈ ഒരു മെച്യൂർഡ് ആണ് സംസാരത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തോട്ട്സിലും ആ ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം ആളുകളെ ട്രെയിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. ഈ ഒരു താൻ ഒരു മെച്യൂർഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ശരിക്കും വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ കുട്ടിക്കളി എന്നുള്ള സംഭവം ഇപ്പോഴും എൻ്റെ ലൈഫിലുണ്ട്. പക്ഷെ എന്നാലും ഐ ഡോണ്ട് നോ, പാരൻസ് ഹാവ് റേസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ. ലൈക്ക് പാരന്റിങ് എന്നുള്ള സംഭവം എൻ്റെ ലൈഫിൽ അത്രയും ഭയങ്കര ഭംഗിയായിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അത് പാരൻസ് അങ്ങനെ വളർത്തി കൊണ്ടുവന്നതിൻ്റെ ഒരു ബ്യൂട്ടി ആയിരിക്കാം ഈ പക്വത എന്ന് പറയുന്നത്. ആസ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ നിലക്ക് നമ്മളെപ്പോഴും വാച്ച് ചെയ്യും നമ്മുടെ പാരൻസിനെ. നമ്മൾ പുറം ലോകം എന്താണോ കാണുന്നത് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികൾ മൈൻഡിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രം എ യങ് ഏജ് ഇറ്റ്സെൽഫ് ഐ എം ഹിയറിംഗ് തിങ്സ് വിച്ച് ആർ അപ്ലിഫ്റ്റിംഗ് മൈ ലൈഫ്. എൻ്റെ ലൈഫ് ഗ്രോത്തിന് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ട് മുതലേ കേൾക്കുന്നത്, അറിയുന്നത്. പാരൻസ് അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ വീട്ടിലൊരു ചിട്ട ഉണ്ടായിരുന്നു. സിനിമ, സീരിയൽ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊന്നും എന്നെ പണ്ട് കാർട്ടൂണൊന്നും കാണിച്ചിട്ടേ ഇല്ല. ഒരു ഏജ് ഗ്യാപ്പിൽ, ബിക്കോസ് ദേ നോ ഇറ്റ് വിൽ എഫക്ട് മൈ ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ പുസ്തക വായന, മോർ ഇൻ ടു റിലീജിയൻ അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് ഐ ഹാഡ് എ ക്ലിയർ കട്ട് പാത്ത് വേ ഫ്യൂച്ചർ എങ്ങോട്ടേക്ക് ആവണം എന്നുള്ളത്. പിന്നെ അമ്മ ആയിക്കോട്ടെ എപ്പോഴും ഇങ്ങനെ പറയും അബൌട്ട് മൈ ഡ്രീംസ് ആൻഡ് ഗോൾസ് ആൻഡ് ദേ ന്യൂ ദാറ്റ് ഐ ലവ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് ആയിരിക്കും പക്വത, മേ ബി, ഐ ഡോണ്ട് നോ. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് മിൻഹ ഈസ് റിയലി മെച്ചുവർഡ്. ബട്ട് കമ്മിങ് ടു മൈ ക്ലോസ് സർക്കിൾ, ഫ്രണ്ട്സ്, ഇതൊക്കെയാണോ ഈ സോഷ്യൽ മീഡിയ ഇടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഇടയിൽ ഐ എം ലൈക്ക് വെരി ചളിയൊക്കെ പറയും. ചളി നല്ല ചളിയാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പക്ഷേ കമ്മിങ് ടു ദ റിയൽ പാർട്ട് വിൽ ബി വെരി പ്രൊഫഷണൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ആണ്. കാരണം എനിക്ക് ഒരിക്കലും എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ ആണെന്ന് പോയി ചെല്ലാൻ പറ്റില്ല. ഐ വോണ്ട് ടു ബി എ ഡോക്ടർ ദെയർ. അപ്പോൾ ഓരോ പെർസ്പെക്റ്റീവിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ ചേഞ്ച് ചെയ്യും. ഇപ്പം സെഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി മച്ച് മെച്ചുവേർഡ്. ഇപ്പോൾ കുട്ടികളുടെ അടിയിൽ ഇറങ്ങാൻ ഞാൻ കുട്ടികളെ പോലെ ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ പക്വത എന്നുള്ളത് ഇറ്റ്സ്
ക്യാൻ ബി, ഞാൻ പറയുന്നത് പാരന്റിങ് കൊണ്ട് തന്നെ, പാരന്റ്സിന്റെ ഒരു കെയർ ആൻഡ് ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ട് മാത്രം കിട്ടിയ ഒരു സംഭവമാണ്. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഞാനൊരു ഇൻട്രോ പറഞ്ഞു ചെറിയ രീതിയിൽ. ഇപ്പൊ ചിലപ്പോൾ ഫാത്തിമ വീഡിയോസ് ഒന്നും കാണാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഫാത്തിമ എങ്ങനെയാണ് ഫാത്തിമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് ഫാത്തിമ? I have got tons of taglines, okay? Islamic scholar, motivational speaker, influential speaker, public speaker, അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ടാഗ്ലൈൻസിലൊന്നും എനിക്ക് അറിയപ്പെടണമെന്ന് ആഗ്രഹമില്ല, കാരണം അത് ഓരോരുത്തർ കാണുന്ന പെർസ്പെക്റ്റീവാണ്, എന്നെക്കുറിച്ച് അവർ കാണുന്നത്. പക്ഷേ ഐ wanted to know myself as a teenage coach because I am more into teenagers right now. ഒരു പാസ്റ്റ് 1 year ആയിട്ട് ഞാൻ അതിനെ വർക്ക് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ +2 കഴിഞ്ഞു. ഐ എം മൂവിങ് ഫോർവേഡ് മൈ ഡിഗ്രി. അപ്പോൾ കറൻ്റ്ലി ഐ മോർ ഇൻ ടു ടീനേജ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിലാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ എം ഫാത്തിമ മിൻഹ, ബേസിക്കലി ഓൾ ദ വേ ഫ്രം കേരള, മലപ്പുറം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു മോളാണ്. ഒരുപാട് ഡ്രീംസും ഗോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് മൈ പാരൻസ് സപ്പോർട്ട് അതിങ്ങനെ ഓരോന്നിങ്ങനെ മിറാക്കിൾസ് ആയിട്ട് ലൈഫിൽ കടന്നു വരുന്നുണ്ട്. സോ യു ക്യാൻ സീ മീ ആസ് എ ടീനേജ് കോച്ച്. സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാം. 19 വയസ്സെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രായമാണ്. ഞാനൊക്കെ 19 വയസ്സിൽ എന്താണ് ചെയ്തത് എനിക്ക് അന്ധകാലം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും? നേരത്തെ ഒരു പാരന്റിങ്ങിന്റെ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞു, അതല്ലാതെ ഒരു ഇങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യണം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. അത് 35 വയസ്സായിട്ടും വരാത്ത ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഇടയിലാണ് ഒരു 19 ഇങ്ങനെ നിൽക്കുന്നത്. അതെങ്ങനെ പോസിബിൾ ആയത്? See, this was one of my childhood dreams. Like, I wanted to influence people എന്നുള്ളത്. അത് ഞാൻ എല്ലാ സെഷനിൽ പോയാലും, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് സെഷൻ വൈസ് വീഡിയോസ് ഉണ്ട്. ഞാൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അതിലൊക്കെ പറയുന്ന ഒരു കോമൺ സ്റ്റോറിയാണ് മൈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. മൈ ടീച്ചർ വൺസ് കേം ടു മൈ ക്ലാസ് ആൻഡ് ആസ്ക്ഡ് ഗേൾസ് ആൻഡ് ബോയ്സ്, വാട്ട് ഈസ് യുവർ ambition and what's your dream? And that's when I said I want to be a public speaker. അപ്പോൾ ടീച്ചർക്കും ഭയങ്കര ഡൗട്ട് ആയിപ്പോയി, ഇതെന്താ ഇങ്ങനെ പബ്ലിക് സ്പീക്കർ ആവുന്നത്, അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എല്ലാവരും പറയുന്നുണ്ട്. മോറോവർ എവറിത്തിങ് ഷീ ഈസ് ടെല്ലിങ് ദാറ്റ് ഷീ വാണ്ട് ടു ബി എ പബ്ലിക് സ്പീക്കർ. എൻ്റെ പണ്ട് മുതലേ മൈൻഡിൽ അതായിരുന്നു, വാണ്ട് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരുപാട് സെഷന് പോകുന്ന സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ആസ് എ ഹ്യൂമൻ ഐ നീഡ്. ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ വിത്ത് മൈ ഹാർട്ട്. സി, ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ. ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് കഷ്ടപ്പെടുന്ന, മനസ്സിലാക്കാൻ പറ്റാത്തത്, ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ. അവർക്കൊരു ഇൻഫ്ലുവൻസ് ആകുക, ഒരു മനുഷ്യന് കൈത്താങ്ങാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഞാൻ ലൈഫിൽ കാണുന്നത്. ഇപ്പോൾ റിയാസ്ക്കാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മിൻഹ, ഇഫ് യു ആർ ഇൻ ദിസ് വേൾഡ് യു ഹാവ് എ പർപ്പസ്. ഞാൻ ഇടയ്ക്ക് പറയും, റിയാസ്ക്ക് ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് ലെറ്റ് മീ മൂവ് ഓൺ ടു പ്രൈവറ്റ് ലൈഫ് എന്ന് പറയാറുണ്ട്. ഞാനിത് എവിടെയും കോമൺ ആക്കിയിട്ടില്ല, ബട്ട് സംടൈംസ് ഐ ഫെൽ ദാറ്റ്. പക്ഷേ റിയാസ്ക്ക് എപ്പോഴും പറയും, മിൻഹ, ഇഫ് അല്ലാഹ് ഹാസ് ക്രിയേറ്റഡ് യു, ദർ ഇസ് എ പർപ്പസ്. ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവിടുന്ന് പോകരുത്. അതാണ് കോർ ഏരിയ. സോ ഇറ്റ് ഇസ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഇസ് വാട്ട് ഐ ലവ് ടു ഡു. ഇതൊരിക്കലും എനിക്ക് റെസ്പോൺസിബിലിറ്റി തോന്നിയിട്ടില്ല, കാരണം എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്, എൻ്റെ അറിവുകൾ പകരാൻ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊരിക്കലും ഉള്ളിൽ കീപ്പ് ചെയ്യാനുള്ളതെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ് എ ലീഡർ ഈസ് ഹു സമൺ ക്രിയേറ്റ് ദ ലീഡേഴ്സ്. ഒരു ലീഡർ എന്ന് പറയുന്നത് ഞാൻ ബോസാണ്, യു ഗൈസ് ഷുഡ് ബി അണ്ടർ മീ എന്ന് പറയുന്നതല്ല. ബാക്കിയുള്ള ലീഡേഴ്സിനെ വളർത്തിയെടുക്കുന്നതാണ് ലീഡർ എന്ന് പറയുന്നത്. സെൻസ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതാ, മിൻഹ, ഇഫ് യു വാണ്ട് ടു ബി എ ലീഡർ, ഗോ ആൻഡ് ക്രിയേറ്റ് ദ ലീഡേഴ്സ്. അവരെ ഹെൽപ്പ് ചെയ്യാം. മിൻഹ എന്താണോ പഠിച്ചത് അത് പഠിപ്പിച്ചു കൊടുക്കുക, അതിലൂടെ അവരും വളരട്ടെ. ഇപ്പൊ ചില കുട്ടികളെന്ന് പറയുമ്പോൾ മിൻഹനെ പോലെ ആവണമെന്ന് പറയും. ഞാൻ ഒരിക്കലും മിൻഹനെ പോലെ ആവണ്ട. ബി ബെറ്റർ ദാൻ മിൻഹ, ബി എ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി ഫോർ മീ, ദിസ് ഇസ് വാട്ട് ഐ ലവ് ടു ഡു. അപ്പോൾ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു മേഖല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിയലി നൈസ്. കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. കഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾ എത്ര മണിക്കൂർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാലും, ഒരാൾ മുന്നിലിരുത്തി അവരുമായിട്ട് സംസാരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞാലും, ഐ എം സോ ഹാപ്പി ടു ഡു ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി, ദിസ് ഇസ് വാട്ട് ഐ ലവ് ടു ഡു. സൂപ്പർ. ഇപ്പം ഈ റെസ്പോൺസിബിലിറ്റി പറയുന്ന പോലെ തന്നെ ചില മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് സാധനമല്ലോ. ഇപ്പം ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ മൊമെന്റോ, ഒരു വളരെ സ്വാധീനിച്ചൊരു വ്യക്തിയോ ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഐ ഹാവ് മെറ്റ് ലോട്ട് ഓഫ് മെൻറ്റേഴ്സ് ഇൻ മൈ ലൈഫ്. ഒരുപാട് മെൻറ്റേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സെഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ 10th പഠിക്കുന്ന സമയത്താണ് ഞാൻ ടീനേജിലേക്ക് പ്രത്യേകിച്ച് വരണം എന്നൊക്കെ മനസ്സിലാക്കി. 10th പഠിക്കുന്ന സമയത്ത് ഐ വാസ് ഇൻ എ ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ആയിക്കോട്ടെ, CBSE സ്കൂൾ ആയിക്കോട്ടെ, കുട്ടികളെ ലൈഫിനെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് മനസ്സിലായി. വാട്ട് ആർ ദേ സീയിങ് ദാറ്റ്. ഇപ്പം ഞാൻ അവരുടെ സൈഡിലല്ല കാണുന്നത്, ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് ചിന്തിക്കുന്ന, ലൈക്ക് എങ്ങനെയാണ് ഫ്യൂച്ചർ എന്നുള്ളത്. ഇപ്പോൾ 10th മുതലേ ഐ ഹാഡ് എ പ്ലാൻ. ഈ ഒരു ഏജിൽ 5 ഇയേഴ്സിനുള്ളിൽ എനിക്ക് ഇവിടെ എത്തണം, 10 ഇയേഴ്സിനുള്ളിൽ എനിക്ക് ഇതായിരിക്കണം, ദിസ് ഇസ് മൈ ഫാമിലി ഗോൾസ് ആൻഡ് ഓൾ സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ്.
പക്ഷേ കമ്മിങ് ടു മൈ ഫ്രണ്ട്സ് കേസ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടാകും. ദേ ആർ ലിവിങ് ഫോർ ദാറ്റ്. +2 കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടെന്നല്ലേ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ലവ് ലൈഫായിരുന്നു കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 10th പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഐ കെയിം ഇൻ ടു ദിസ് തോട്ട്, +2 കഴിഞ്ഞാൽ എന്തായാലും ഇതിനിറങ്ങണം. ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ലിറ്ററലി ഇടങ്ങാറായി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ലൈഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാം. ഫ്യൂച്ചർ കാണുന്ന സമയത്ത് ഇപ്പോൾ മൗത്ത് വേർഡ് കൊണ്ടാണ് ഡിഗ്രി ഒക്കെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോളേജ് നല്ലതാ, ഞാൻ പോകുന്നു. ഇവിടെ വൈബ് ഉണ്ട്, ഞാൻ പോകുന്നു. ഇവിടെ DJ ഉണ്ട്, ഞാൻ പോകുന്നു. നോട്ട് ദാറ്റ്. എന്താണ് ഫ്യൂച്ചർ? വാട്ട് ഈസ് ദറ്റ് കരിയർ? പ്രൊഫഷൻ എന്താണ്? അതിൽ എന്ത് ഫ്യൂച്ചർ ഉണ്ടെന്ന് മക്കൾ കാണുന്നില്ല. അപ്പോൾ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് എനിക്കൊരു മൈൻഡിൽ വന്ന തോട്ടാണ്, ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് മീ? അപ്പോൾ പഠിച്ചോ എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പേർപ്പസ് എന്താ? എനിക്കറിയാണ്ട് ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഐ വാണ്ടഡ് ടു ബി ദെയർ ഫോർ സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അവർക്കൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെൻസൈനെ പരിചയപ്പെടുന്നു. ഐ ഗോട്ട് ദറ്റ് സെയിം വൈബ്. അപ്പോൾ സെൻസൈം ഹെൽപ്പ് ചെയ്തു. സെൻസൈൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ റിയൽ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് ഇറ്റ് കുഡ് ബി ആഫ്റ്റർ മീറ്റിംഗ് സെൻസൈ. അല്ലാണ്ട് തന്നെ കോച്ചിങ് പരിപാടികളുണ്ടെങ്കിൽ റിയൽ ടേൺ പോയിന്റ് വന്നത് എനിക്ക് ആ വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ ഞാൻ സെൻസൈയായിട്ട് ഡിസ്കസ് ചെയ്തു ആൻഡ് ഹി combined with me and both started it. ഈ സെൻസൈ ഈ ഫീൽഡിൽ കുറേ വർഷമായിട്ടുള്ളതാണ്. He has been in this field for past ഒരുപാട് വർഷമായി. 16 at the age of 16 he started mentoring. അപ്പോൾ കരാട്ടെ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് സെൻസൈ. He is more into international. നാട്ടിൽ അങ്ങനെ കുറവാണ്. ഇപ്പോഴാണ് റിയാസ് ഖാന്റെയും ഞാനൊക്കെ അറിയുന്നത്. സെൻസൈനെ അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്. മലയാളീസിനെ അറിയാൻ ഭയങ്കര കുറവാണ്. പക്ഷേ he has clients from all over the world. ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ കൺട്രീസിൽ നിന്നും ആൾക്ക് എന്തുണ്ട്, മെൻറ്റീസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനാണ് ഇപ്പോൾ ആൾ ചെയ്യുന്നത്. അപ്പോൾ സെൻസൈനും കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു 2 or 3 years ആയിട്ടുള്ളൂ. ആൾ ഫുൾ ഇന്റർനാഷണൽ ക്ലയൻസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റിയാസ്കയും പറഞ്ഞു നമ്മൾ മലയാളീസിന് സെൻസൈനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസൈ ഇങ്ങനെ കേരളത്തിൽ കൂടി മലയാളമൊക്കെ ചെയ്തിട്ടുണ്ട്, റെഡി ആയി തുടങ്ങിയത്. അങ്ങനെയാണ് നിങ്ങൾ സെൻസൈനെ മീറ്റ് ചെയ്യുന്നതും ടീനെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ടീനെക്സ്? TNX is completely for the teenagers to grow themselves in a beautiful manner. See, കുട്ടികളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ they don't have a clarity about their future. പഠിക്കുന്നുണ്ട്, 10th ക്ലാസ് ഫുൾ A+ വാങ്ങുന്നുണ്ട്, +2 ഫുൾ A+ വാങ്ങുന്നുണ്ട്, ഡിഗ്രി പോകുന്നുണ്ട്, വൈബാക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ബട്ട് അവരുടെ അടുത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ they don't have an answer. See, ഇപ്പോൾ മോൾ ഡിഗ്രി കഴിഞ്ഞാൽ മോൾ എന്താ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ BBA കഴിഞ്ഞാൽ MBA, അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും. ഇത് മൗത്ത് വേർഡ് കൊണ്ട് കുട്ടികൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് മനസ്സിലാവുന്ന, സെൽഫ് വാല്യൂ മനസ്സിലാവുന്നില്ല എന്നുള്ള പ്രശ്നത്തിലൂടെ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് സെൽഫ് വാല്യൂ, എന്താണ് സെൽഫ് റെസ്പെക്റ്റ്, എങ്ങനെയാണ് ലൈഫിൻ്റെ ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പർപ്പസ് എങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം കൂടി കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ബേസിക്കലി വി ഹാവ് എ ഫ്രീ സെഷൻ എവറി സാറ്റർഡേ. കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും, പ്രത്യേകിച്ച് ടീനേജേഴ്സിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും അബൌട്ട് ലൈഫ്, അബൌട്ട് ലവ്, അബൌട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയുന്ന രീതിയിൽ മക്കൾക്കുള്ള ക്ലാരിറ്റി കൊടുക്കാനുള്ള സെഷൻസും പരിപാടിയൊക്കെ എല്ലാ സാറ്റർഡേ നൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഓരോ വർക്ക്ഷോപ്സ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി പ്രൊഫഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ മിൻഹനെ പോലെ ആഗ്രഹിക്കുന്ന സെൻസൈ പറഞ്ഞത് മിൻഹനെ പോലെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് കയറാന്ന് പറയും. വി ഡോണ്ട് വാണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, വി ഡോണ്ട് വാണ്ട് പബ്ലിക് സ്പീക്കേഴ്സ്, വി വാണ്ട് പ്രൊഫഷണൽ സ്പീക്കേഴ്സ്. അതങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ 1 or 2 days. അത് കഴിഞ്ഞാൽ തീരും. വി ഡോണ്ട് വാണ്ട് മോട്ടിവേഷൻ, വി വാണ്ട് എ വെരി ഗുഡ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പിറേഷൻ. മക്കൾക്ക് അത് കേട്ടിട്ടോ കണ്ടിട്ടോ ദേ ഷുഡ് ഗെറ്റ് ദാറ്റ് ഇൻസ്പിറേഷൻ. ഓക്കെ, ദിസ് ഇസ് റിയലി ഗുഡ്, ഐ വാണ്ട് ടു ഡു ദിസ്. മോട്ടിവേഷനിൽ ഞാൻ സംടൈംസ് മോട്ടിവേഷൻ ഹെൽപ്സ് us, ബട്ട് അത് ലൈഫ് ലോങ് ഒരു കീപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇറ്റ് ഇസ് നോട്ട് പെർമനന്റ്, ഇറ്റ് ഇസ് ടെമ്പററി. വി വാണ്ട് ഇൻസ്പിറേഷൻ ഫ്രം അവർ ഇൻസൈഡ്. മോട്ടിവേഷൻ ആർക്കും ഇപ്പോൾ ഇന്നേയും എല്ലാവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വിളിക്കുകയാണെങ്കിലും ഞാൻ പറയും എന്നെ മോട്ടിവേഷൻ സ്പീക്കർ വിളിക്കേണ്ട. ഐ എം നോട്ട് എ മോട്ടിവേഷൻ സ്പീക്കർ, ഐ എം സംവൺ ഹു ഷെയറിംഗ് മൈ ലൈഫ് വിത്ത് അതേഴ്സ്. ഇഫ് യു ഗെറ്റ് ഇൻഫ്ലുവൻസ്, ഗുഡ് ഫോർ യു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ടീനെക്സ് കമ്മ്യൂണിറ്റി ഇപ്പോൾ പോകുന്നത്, കംപ്ലീറ്റ്ലി ഫോർ ടീനേജേഴ്സ്, വേറെ ഒന്നുമില്ല. 13 to 19 ഏജ് ഗ്യാപ്പ്. ബ്യൂട്ടിഫുൾ. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാണ്ട് മനസ്സിൽ കരുതുന്നുണ്ടാവാം. ഞാൻ ഒരു ടീനേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഐ മീൻ ഒരു 19 years ഓൾഡ് ആയിട്ടുള്ള ഒരാൾ ടീനേജ് കുട്ടികളെ അവരെ മെൻറ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള പക്വത അവർക്കായോ, അല്ലെങ്കിൽ എന്താ ഒരു മിൻഹയുടെ ലൈഫ് ഇങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കില്ലേ എന്നൊരു വിമർശനമൊക്കെ കേട്ടിട്ടുണ്ടോ? അതിനോടുള്ള മറുപടി എന്തായിരിക്കും? അതിനുള്ള മറുപടി എന്താ വെച്ചാൽ, സി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ.
വി കാൺ ഡിഫൈൻ എ പേഴ്സൺ ബൈ ദറ്റ് ഏജ്. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന കാര്യം, ഒരിക്കലും ഒരാളെ നിങ്ങൾ ഏജ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യരുത്. ഞാൻ ഏത് സെഷന് പോയാലും എൻ്റെ ഏജ് പറയാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി. അപ്പോൾ അവരിങ്ങനെ വണ്ടർ അടിക്കും എത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഇത് ഈ കുട്ടിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് നിന്ന് എന്താ കേൾക്കാനാണ്. അതൊരിക്കലും കാണരുത്. ബിക്കോസ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ആർ മോർ ഫോർവേഡ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ പ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഐ വാസ് 14 and 15 ഐ വാസ് പ്ലാനിങ് മൈ ലൈഫ് ഫോർ മൈ ഫ്യൂച്ചർ. 18 എത്തുന്ന സമയത്ത് ഞാൻ എവിടെ എത്തിയിരിക്കണം, 19, 20 എത്തുന്ന സമയത്ത് ഞാൻ എവിടെ എത്തിയിരിക്കണം എന്നുള്ളത് ഞാൻ അന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അൽഹംദുലില്ലാ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അന്ന് എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദം. ഇപ്പോൾ ഈ മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി ടീനെക്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഫോർ 2 or 3 years ഐ വാസ് പ്ലാനിങ് ദിസ് and this is happening it. അപ്പോൾ അത് നടക്കുന്നുണ്ട്. വിമർശനങ്ങൾ പിന്നെ നമ്മൾ വീക്കൂടെ കേട്ട് ഇതിലൂടെ വിടുന്നല്ലാണ്ട് വി ആർ മൂവിങ് ഓൺ വിത്ത് അവർ ലൈഫ് വേർ അള്ളാഹ് ഹാസ് ചൂസൺ അസ്. അപ്പോൾ ആ ഒരു പാത്ത് വേയിൽ സ്പിരിച്വലി പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മിറാക്കിൾസ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശകർക്ക് പറയാനുള്ളത് എന്നെപ്പോലെ എന്നല്ല, വേറെ ഒരുപാട് മക്കളുണ്ടായിരിക്കും. ദ വൺ തിങ് യു ക്യാൻ ഡു ഇസ് സപ്പോർട്ട്. ഒരുപാട് കുട്ടികളുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ ഫിലിമിലുള്ള ദേവൂട്ടി എന്ന് പറയും, ഐ ഡോണ്ട് നോ വെദർ യു നോ ഹെർ ഓർ നോട്ട്. ഒരു ചെറിയ മോളാണ്, ആൾ സംസാരം ഭയങ്കര പക്വതയാണ്. അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയ മോനുണ്ട്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് എഴുതുന്ന സമയത്ത് ചെറിയ വായിൽ എന്തിനാ വലിയ വർത്തമാനം എന്ന് ചോദിക്കല്. അതാണ് അങ്ങനെയാണല്ലോ പൊതുവെ സമൂഹത്തിൽ പറയാം. നമ്മൾ കമന്റ് ഇടുന്ന ആളുകൾക്ക് പക്വതയില്ല, ആ പറയുന്ന മക്കൾക്കെങ്കിലും പക്വത ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തുകൂടെ? അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അവരൊക്കെ ഫ്യൂച്ചർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ അത്രയും മെച്ചോറിറ്റി കൂടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി പാർട്ട്. ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ 35-40 ആയിട്ടും പക്വത വരാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഹൗ വി സീ അവർ ലൈഫ്. സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. നല്ല കാര്യം കാണുന്ന സമയത്ത് വെറുതെ ഇരുന്ന് കമൻറ്റും വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാണ്ട് ആ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരായിരിക്കും വാട്ട് ഐ എം ഡൂയിങ് വിത്ത് മൈ ലൈഫ്, വാട്ട് ഷീ ഈസ് ഓർ ഹീ ഈസ് ഡൂയിങ് വിത്ത് അവർ ലൈഫ്. അപ്പോൾ അവിടെ കാണുന്ന സമയത്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത്. വിമർശിക്കണം, ലെറ്റ് ദം സ്പ്രെഡ് ദെയർ അവയർനെസ്. ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സ് ആണെങ്കിലും അവർ അവരുടേതായ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യും, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം. കേൾക്കാൻ പറ്റാത്തതാണെങ്കിൽ വിടും, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ മെന്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം സെൻസ ഉൾപ്പെടെയുള്ള ആളുകൾ മെന്റർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണ്? അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു ലൈഫ്, മെന്റർ വന്നതിന് ശേഷമുള്ള ഒരു ലൈഫ്, അതിനെങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് വാസ് വെരി ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഞാൻ സെൻസൈനെ മീറ്റ് ചെയ്യുന്നത് വൺ ഓഫ് മൈ ഡാർക്കസ്റ്റ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. അവിടെയാണ് സെൻസൈനെ മീറ്റ് ചെയ്യുന്നതും എൻ്റെ ലൈഫ് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓവർ വരുന്നു ആഫ്റ്റർ മീറ്റിംഗ് സെൻസൈ. അപ്പോൾ ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് നമ്മൾ ലൈഫിലൊരു ഡാർക്ക് ഫേസിലൂടെ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ വെളിച്ചമായിട്ട് വരുമ്പോൾ ആ പാത്ത് വേ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്. അപ്പോൾ സെൻസായി എങ്ങനെയാണോ മിൻഹൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ രീതിക്ക് തന്നെ മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ ഒരു ഡാർക്ക് ഫേസിൽ വെളിച്ചമായിട്ട് കടന്നു വന്നൊരു മനുഷ്യനാണ് സെൻസായി എന്ന് പറയുന്നത്. പഠിച്ചോ നമുക്ക് നമ്മളെ ലൈഫിൽ ചില ആളുകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് വരും. സ്പിരിച്വലി പോകുന്ന സമയത്ത് ക്രിയേറ്റർ നമുക്ക് ഇട്ട് വരും. അങ്ങനെ ഇട്ട് തന്നൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ബിഫോർ മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഒരു നോർമൽ ടിപ്പിക്കൽ ടീനേജ് ലൈഫായിരുന്നു. സെയിം ഐ ഹാഡ് ദ വിഷൻ ആൻഡ് ഫ്യൂച്ചർ ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു വർക്ക് ഇറ്റ് ഔട്ട്. അതെങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവിടെ ഞാൻ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് സ്റ്റുഡൻസ് വിചാരിക്കും, ഓ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഹാവിങ് ദ ബെസ്റ്റ് ലൈഫ്, എന്ത് രസമാണ് അവർ ട്രാവൽ ചെയ്യുന്നു, അതാക്കുന്നു, ഫുൾ ടൈം ഹാപ്പി. നോ, ദർ ഇസ് എ ലൈഫ് ഓഫ് ഇൻ ഇൻഫ്ലുവൻസേഴ്സ് വേർ ദേ ആർ ടിപ്പിക്കലി ബീയിങ് ഇൻ ടു സഫറിങ് ആൻഡ് ഓൾ സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു മൊമെൻറ്റും കൂടി ഉണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ മക്കളുടെ പ്രശ്നം എന്താ വെച്ചാൽ ദേ ആർ കമ്പയറിങ് ദർ ലൈഫ് വിത്ത് സോഷ്യൽ മീഡിയ. ഓ അവരങ്ങനെ ജീവിക്കുന്നുണ്ട്, അത് നമുക്കൊന്നും ആവാത്ത. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ കാണിക്കുന്ന ഗുഡ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ പോലെ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ഗുഡ് പാർട്ട് അതെ, അതാരും കാണിക്കൂല. ബിക്കോസ് വി വോണ്ട് പീപ്പിൾ ടു സീ ദ ബെസ്റ്റ് വേർഷൻ. നമുക്ക് ബാഡ് വേർഷൻ കാണിക്കണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു ഡാർക്കസ്റ്റ് ഓഫ് ദി ലൈഫ് മൊമെന്റ് മിനൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മാർക്സ്. എന്തായാലും ഫ്യൂച്ചറിനെ കുറിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരുപാട് പ്രഷറിലൂടെ ഒരുപാട് സങ്കടങ്ങളോട് പോയൊരു ടൈമിലാണ് സെൻസൈനെ മീറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എനിക്കൊരു വെളിച്ചം കൂടി കിട്ടുന്നത്. ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് എല്ലാ മനുഷ്യരുടെ ലൈഫിൽ ഒരു മെൻറ്റർ വേണം. Look, every successful person has a mentor. Every successful person, they have a mentor who guides them in a very beautiful manner. പക്ഷേ ആ മെൻറ്റേഴ്സ് പുറത്തുണ്ടായിരിക്കില്ല. അവർ അകത്ത് അവർക്കുള്ള ഹെൽപ്പും സീക്കും പരിപാടിയും കാര്യങ്ങളായിരിക്കും. ഏത് വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എടുത്ത് നോക്കിയാലും അവരുടെ ലൈഫിലൊക്കെ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന അവരെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ദേ പ്രൂവ് ദാറ്റ് എവറി വൺ നീഡ് എ മെൻറ്റർ. ഏത് രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനും നമുക്ക് നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനും മെൻറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടാണ് സെൻസായി പറഞ്ഞത്, മിൻഹ യു ഷുഡ് ബി മെൻറ്റേഴ്സ് ഫോർ ദി ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഔട്ട് ദെയർ. അപ്പോൾ നിർത്തണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും പഠിച്ചോനെ അപ്പോൾ ആ കുട്ടികളൊക്കെ എന്താകും എന്നുള്ളത്.
അതുകൊണ്ട് ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, പറഞ്ഞ പോലെ ഇതൊക്കെ നിർത്തിയിട്ട് അങ്ങ് പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എക്സാക്ട്ലി. ഞാൻ ഒരു പേര് പറയുന്നില്ല, ഞാൻ വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ പറഞ്ഞ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന എഴുതൊക്കെ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. പുള്ളിക്കാരൻ പറഞ്ഞ ഈ ഭയങ്കര സെലിബ്രിറ്റി ലൈഫ് മടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫേമസ് ആവുക എന്ന് പറയുന്നതിനകത്ത് അതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവൻ പറയണം, അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചളി പറയാനും എനിക്ക് ഇതാക്കാനൊക്കെയാണ്, കോമഡി പറയാനൊക്കെ ഇഷ്ടം. പക്ഷെ എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് മോട്ടിവേഷൻ ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വേണം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു പ്രഷർ ഉണ്ട് എന്ന് പറയുന്നിട്ടുണ്ട്. എനിക്കത് പല ആളുകൾക്കും മിൻഹം പറഞ്ഞത് ഏകദേശം ആ ഒരു സിമിലർ പോയിന്റ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും ആ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്? ഇല്ല, ഞാൻ അങ്ങനെ പ്രൈവറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചത്, there was a moment in my life I wanted to be more connected to the creator. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളതുകൊണ്ടല്ല. ബട്ട് സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ബി മോർ കണക്റ്റഡ് ടു ക്രിയേറ്റർ. അങ്ങനെ ഒരു ലൈഫിലേക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം വരുന്ന സമയത്ത്, ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് റിയാസ്ക എൻ്റെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റിയാസ്ക എന്നെ പറഞ്ഞു, മിൻഹ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദി നിയ, ഇൻറ്റൻഷൻ. ഇന്നമല്ല അമാലു ബിൻ നിയ എന്ന് പറയാറുണ്ട്. മിൻഹയുടെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, what is your intention? Look on to your intention. If it is that really good, just move forward. ആ ഇൻറ്റൻഷൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മൂവ് ഫോർവേഡ്. ഇഫ് മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിയെ ക്രിയേറ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്രിയേറ്റർ ഹാസ് എ പേർപ്പസ്. ഈ ലോകത്ത് എന്തൊക്കെ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാണ്ട് ഞാൻ പോകുന്ന സമയത്ത് കാര്യമില്ല. ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ലീവ് ദിസ് വേൾഡ് വിത്ത് എ സിഗ്നേച്ചർ. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ആരും അറിയാണ്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഗുഡ് ഇൻഫ്ലുവൻസോട് കൂടി ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകണം. ഓക്കെ, ആ കുട്ടി ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ടോക്ക് മതി. അത് അങ്ങനെയാണ്, ആ കുട്ടി പോയത് നന്നായി എന്നുള്ള സംഭവമല്ല. ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ഗുഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത്, സെലിബ്രിറ്റി ലൈഫ് ഇസ് റിയലി ഗുഡ്, ബട്ട് സം മൊമെന്റ് വി ഫീൽ ലൈക്ക് കുറച്ചുകൂടി പ്രൈവറ്റ് ആയി നന്നായിരിക്കും എന്നുള്ളത്. ബിക്കോസ് ഫെയിം ഇസ് എ നൈസ് തിങ്, ബട്ട് അറ്റ് ദി സെയിം ടൈം ഫെയിം ഇല്ലാത്തവരാഗ്രഹിക്കുന്ന ഫെയിം ആയിരിക്കും, ഫെയിം ഉള്ളവരായിരിക്കുന്ന പ്രൈവറ്റ് ലൈഫ് ആയിരിക്കും. സെലിബ്രിറ്റി ലൈഫൊക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൈസ് തിങ്. പുറത്ത് പോകുന്ന സമയത്ത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ ഐ എം സോ ഹാപ്പി, ലൈക്ക് ചെറിയ പുറത്തൊക്കെ പോകുമ്പോൾ ഉമ്മമാരൊക്കെയാണ് കൂടുതൽ ഭയങ്കരമായിട്ട് ഇതാക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു വീഡിയോ വന്നതിന് ശേഷം. സോ അങ്ങനെ വരുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ്. ബട്ട് അറ്റ് ദി സെയിം ടൈം സംടൈംസ് വി ഫീൽ ലൈക്ക് കുറച്ചും കൂടി പ്രൈവറ്റ് ആയി നന്നായിരിക്കും. ഞാൻ പ്രൈവറ്റ് ആവാന്ന് വിചാരിച്ചത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ടു കണക്ട് ടു ദ ക്രിയേറ്റർ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഞാനിങ്ങനെ ചളിയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഈ ഒരു സ്പീക്കറിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ചില നമ്മൾ കുറച്ച് ക്ലോസ് ആവും, അതായത് സാരിയിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ക്ലോസ് ആകുമ്പോൾ ഇങ്ങനെ കാഷ്വൽ ടോക്കൊക്കെ വരുന്നുണ്ടോ. അപ്പം മിൻഹ എന്ന് പറയുന്നത് ഫുൾ ടൈം സ്പീക്കർ ഒന്നുമല്ല. ഷീ ഹാസ് ദിസ് അനദർ സൈഡ്, വെരി ചൈൽഡിഷ്, വെരി കൈൻഡ് ആയിട്ടുള്ള ഒരു സൈഡും കൂടി ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ പുറത്തിരുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഈ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റർ ആണല്ലേ, ഈ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പിക്ചർ ആളുകളുടെ മൈൻഡിലുണ്ട്. അപ്പം അത് കീപ്പ് ഓൺ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഫോർ us. അപ്പം അങ്ങനത്തെ ഒരു സീനേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നേരത്തെ ആ ഒരു ഉമ്മമാരുടെ വീഡിയോനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ആ വീഡിയോ ഭയങ്കര രസമായിട്ടുണ്ട്. അതില് മിൻഹ പറയുന്ന രീതിയും പറയുന്ന മെസ്സേജ് ആണെങ്കിലും ഇറ്റ്സ് ടു ഗുഡ്. എനിക്കൊന്ന് ആ ഒരു റീച്ച് ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. ഉമ്മമാരെ കുറിച്ചാണ് വൈറലായി പോയതാ. ലൈക്ക് ഉമ്മക്ക് ഇന്നലെ വിളിച്ചിട്ട് ഉമ്മ ഇങ്ങനെ പറയായിരുന്നു, ഷീ സോ ഹാപ്പി. ലൈക്ക് ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് കാണുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുന്ന് സ്റ്റാറ്റസ് ഉണ്ട്, ഇവിടുന്ന് സ്റ്റാറ്റസ് ഉണ്ട്, അവരിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു, അബ്ബ വിളിച്ചിട്ട് ഇവരിങ്ങനെ വിളിച്ചിരുന്നു ആ വീഡിയോനെ കേട്ട്. ദാറ്റ്സ് എ സക്സസ് ഫോർ മീ. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഡെഫിനേഷൻ ബിക്കോസ് പാരൻസ് ഇസ് ഹാപ്പി. അപ്പം ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാണ്ട് വൈറലായി പോയ ഒരു സാധനമാണ് അത്. അത് കാഷ്വലായിട്ട് ഇങ്ങനെ റിയാസ്ക ചോദിച്ചപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ എന്തോ വന്നു പോയി. അപ്പോൾ ആ ഒരു ടൈപ്പിൽ അങ്ങനെ സംസാരിച്ച് പോയതാണ്. ലൈക്ക് ബീങ് എ മദർ ഈസ് മോർ അണ്ടർ റേറ്റഡ്. ലൈക്ക് ഉമ്മയാവും, അപ്പോൾ മക്കളൊക്കെ പറയുകയാണ് ദിസ് ഇസ് മൈ ഡ്രീം ടു ബി എ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ വീട്ടു ജോലിയാവോ എന്ന് ചോദിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് എ മോസ്റ്റ് വാല്യുബിൾ ജോബ് ഇൻ ദ വേൾഡ്. ഞാൻ കാണുന്ന സംഭവമാണ്. കാരണം നമ്മൾ തന്നെ നോക്കിയാൽ നമ്മൾ റിയലൈസ് ചെയ്യാത്തൊരു സംഭവമാണ് ഹൗസ് വൈഫ് എന്നുള്ളത്. പക്ഷേ അത് ആരും അറിയാത്തൊരു, ഞാൻ പറഞ്ഞ പോലെ മൂലകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഉമ്മ എന്ന് പറയുന്നത്. അതിനാരും സാലറി കൊടുക്കണില്ല, ആരും മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ബട്ട് വി വാണ്ട് ടു ബി എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് ഹെർ. അപ്പോൾ ഹൗസ് വൈഫ് ആവുക, മക്കളെ നോക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. വേറെ ഏത് ജോലി എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലി എന്ന് പറയുന്നത് മക്കളെ നോക്കി റേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ കൂടെ തന്നെ വീട് ബാലൻസ് ചെയ്യാണ്. സോ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാണ്ട് ഭയങ്കരമായിട്ട് വൈറലായി പോയ വീഡിയോ ആണ്. ഐ എം സോ ഹാപ്പി ഇതായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഓൺ മെസ്സേജ് വരുന്നുണ്ട്. ഉമ്മമാരായിട്ട് വർഷങ്ങളോളമായിട്ട് സംസാരിക്കാത്തവർ സംസാരിച്ചു, ഉപ്പനെ ഹഗ് ചെയ്യാത്തവർ പോയി ഹഗ് ചെയ്തു, ഉമ്മൻ്റെ അടുത്ത് ഇന്നലെ ഫുഡ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ ഷി വാസ് സോ ഹാപ്പി. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ എം ഡൂയിങ് ദിസ്. ലൈക്ക് ഒരുപാട് ഫെയിമിന് ഒരുപാട് വൈറലാവാനുള്ള സംഭവമല്ല.
ആരെങ്കിലും ഒരാൾക്ക് ചേഞ്ച് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് എനഫ്, ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 1 million ആൾക്കാർ ചേഞ്ച് ചെയ്യുന്ന ഒരിക്കലും പറയണില്ല. If that one person get that influence, alhamdulillah, that's enough for me. അപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഐ എം സോ ഹാപ്പി. ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ആള് ഒരുപാട് വർഷങ്ങളായിട്ട് പാരൻസായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, ബട്ട് ദിസ് വീഡിയോ കണ്ട സമയത്ത് ആൾക്ക് എന്തോ ഒരു ലൈറ്റ് ഉള്ളിന്ന് വന്നു. ഹി ഡെഫിനറ്റ്ലി വെന്റ് ബാക്ക് ടു ദയർ പാരൻസ്, ഹഗ് ചെയ്തു, സംസാരിച്ചു. അതൊക്കെ കണ്ട് ഒരു ഫാമിലി നമ്മൾ റീകണക്ട് ചെയ്യാണ്. ദാറ്റ്സ് ദ ബ്യൂട്ടി. അപ്പോൾ ദാറ്റ്സ് ഓൾ ദ റീസൺ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ തന്നെ പിന്നെയും നമ്മൾ കുറച്ചെങ്കിലൊക്കെ മക്കൾ അടുപ്പം കാണിക്കുന്നത് ഉമ്മമാരോടാണ്. അപ്പുറത്തൊരു മനുഷ്യനുണ്ട്, ഉപ്പ, പിതാവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പ്രവാസ മണ്ണിലാണല്ലോ, ഒരുപാട് എന്താ പറയുക പാരൻസ് ഇവിടെ ഉണ്ട്, അച്ഛന്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട്. കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെയാണ് ചോദിക്കുന്നത്. എനിക്കൊന്ന് ഒരു അകൽച്ച, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉപ്പായിട്ടും മക്കൾക്ക് വരുന്നുണ്ട്. അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്താ അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? ഞാൻ റൈറ്റിംഗ് വായിച്ചിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ദിസ്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ അച്ഛനോട് പറയും, ഉപ്പനോട് പറയും. അത് കഴിഞ്ഞാൽ ഒരു ബാരിയറാണ്, ബ്ലോക്ക്ഡ്. അത് കഴിഞ്ഞ് ഞാൻ പേടിച്ചു. പക്ഷെ നമ്മൾ വലുതാവുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ ഉപ്പനോട് പറയാൻ പറ്റിയതാണോ, ഉപ്പൻ്റെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? വലുതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയൂല, ഞാനിത് എൻ്റെ ഉപ്പനോട് പറയും, എൻ്റെ ഉപ്പ നോക്കാനുണ്ട്, നമ്മൾ പറയൂല, നമ്മളത് വിട്ടു. പക്ഷെ ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സംതിങ് ഇൻഫ്ലുവൻസ്ഡ് മീ ഇൻ എ വെരി ഗുഡ് മാനർ. എവിടെ പോയി ആ ഗ്യാപ്പ്? കാരണം ഉമ്മൻ്റെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഒരു ഫാദർ എന്ന് പറയുന്നത്. ആ ഫാമിലി നോക്കണം, ഫൈനാൻഷ്യലി ഏറ്റവും കൂടുതൽ പ്രഷറിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യനായിരിക്കും വാപ്പ എന്ന് പറയുന്നത്. പക്ഷെ ആ വാപ്പ ഒരിക്കലും കാണിക്കില്ല. ഞാൻ ഇത്രയും ഫൈനാൻഷ്യൽ പ്രഷറിലൂടെ പോകുന്നുണ്ട്, എനിക്ക് ഇത്രയും കടങ്ങളുണ്ട്, ഞാൻ ഇത്രയും പ്രഷറിലാണ് എന്നുള്ളത് ആ വാപ്പാൻ്റെ മുഖത്തോ വാപ്പാൻ്റെ കാഴ്ചയിലൂടെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഹീസ് എൻ പേഴ്സൺ ഹു കൺട്രോൾസ് ഹിസ് ഇമോഷൻ. ഫാദർ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് പുറത്ത് വരില്ല ഇമോഷൻസ്. അത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ടിലൂടെ നമ്മൾ പോകേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാപ്പന്മാരുടെ സങ്കടങ്ങളൊക്കെ പുറത്ത് വരല് കല്യാണത്തിൻ്റെ സമയത്താണ്. പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മക്കൾ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത്, ആൺകുട്ടികളൊക്കെ ആയിക്കോട്ടെ. ഫാദേഴ്സ് എന്ന് പറയുന്നത് മോർ കണക്റ്റഡ് ടു ഗേൾസ്. ആൺകുട്ടികളായിട്ട് വല്ലാണ്ട് കണക്റ്റഡ് അല്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ടു ഓൾ ദ ബോയ്സ് ഔട്ട് ദെയർ, യു ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, എങ്ങനെ രീതിയിൽ പൊക്കോട്ടെ, ബി എ ഷെൽട്ടർ ഫോർ ദം. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ലെവലിൽ എത്തിയിട്ട് മറക്കേണ്ടവരല്ല അവരെന്ന് പറയുന്നത്. അപ്പോൾ വാപ്പന്മാരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വാപ്പന്മാരായിട്ട് വർഷങ്ങളോളായിട്ട് ഹഗ് ചെയ്യാത്തവരുണ്ടാകും, വാപ്പന്മാരായിട്ട് സംസാരിക്കാത്തവരുണ്ടാകും, വാപ്പന്മാരായിട്ട് തെറ്റിയിരിക്കുന്നവരുണ്ടാകും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ മീ ഇറ്റ് സെൽഫ്, ഞാൻ ഇപ്പോൾ നാളെ ജീവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലത്ത് ജീവിക്കുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കും. കാരണം ഐ ഡോണ്ട് നോ നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ദാറ്റ്സ് ഹൗ വി നീഡ് ടു സീ അവർ ലൈഫ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ പഠിത്തം കഴിഞ്ഞാൽ വാപ്പൻ്റെ അടുത്ത് പോയി സംസാരിക്കും. നോ, യു ഡോണ്ട് നോ വെദർ യു ആർ ഗോയിങ് ടു ലീവ് ടുമോറോ ഓർ ആഫ്റ്റർ ടുമോറോ. സോ ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ്. ഇഫ് യു ആർ ഇൻ എ ബാഡ് സിറ്റുവേഷൻ വിത്ത് യുവർ ഫാദർ, ഗോ കോൾ ഹിം. എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലായിരുന്നു, എനിക്ക് വാപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സോറി എന്ന് പറയാൻ പറ്റണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? വാപ്പിയില്ല, അമ്മയില്ല, പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. It's not always about the money, it's always about the how we see our life. നമ്മൾ എങ്ങനെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. If Allah has created you, that's why we say, നമ്മളൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സ്വഗീറ. എന്നെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കാൻ പറ്റണേ എന്നുള്ളത്. ഒരിക്കലും പറയണില്ല എന്നെ വളർത്തി അങ്ങനെ നോക്കണ്ടെന്ന് പറയുന്നില്ല. പഠിച്ചോൻ തന്നെ പറയുന്നുണ്ട്, പാരൻസ് അങ്ങനെയും പ്യുവറായിട്ട് വളർത്തിയിട്ടുണ്ട്, അതുപോലെ നമുക്ക് തിരിച്ചു നോക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ സക്സസ് വരുന്നത്. അപ്പോൾ വാപ്പന്മാരെന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. പാരൻസ് മക്കളെ നോക്കുന്നുണ്ട്, പക്ഷേ അവിടുന്ന് ഫൈനാൻഷ്യലി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വാപ്പന്മാരെന്ന് പറയുന്നത്. ആ വാപ്പന്മാരെ ഇമോഷൻസ് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക്, ഒരു മകളെന്ന നിലയ്ക്ക് ഞാൻ വാപ്പാക്ക് ഒരു ഫൈനാൻഷ്യലി ഒരു സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. ഇപ്പം എൻ്റെ വീട് പണി നടക്കുക, അബ്ബ ഈസ് ഗോയിങ് ത്രൂ എ വെരി ഹാർഡ് ടൈം. അപ്പോൾ ക്യാഷ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹീസ് ഗോയിങ് ത്രൂ ലോട്ട്സ് ഓഫ് പ്രഷർ. അത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അബ്ബേൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് ഞാനൊക്കെ റെഡിയാക്കി തരും എന്ന രീതിയിൽ ആ ഒരു വാക്ക് മതി, ഹീസ് ഹാപ്പി. അതൊരിക്കലും എൻ്റെ അടുത്തോ കാക്കാൻ്റെ അടുത്തോ അബ്ബ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പ്രഷറിലൂടെ പോകുന്നുണ്ട്. പക്ഷെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ദിസ് ഇസ് വാട്ട് ഹീസ് ഗോയിങ് ത്രൂ എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മകനും മകളും ആവണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണില്ല. വെൻ വി ഗെറ്റ് എ വെരി ഗുഡ് ജോബ്, വെൻ വി ഗെറ്റ് എ വെരി ഗുഡ് സാലറി, വി ആർ ലിവിങ് വിത്ത് അവർ ലൈഫ്, വി ആർ ലിവിങ് വിത്ത് അവർ വൈഫ് എന്നുള്ള രീതിക്ക് പോവാം.
നാട്ടിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. ഇപ്പം ഞാൻ ഇവിടെ അവരായിട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ ഐ എം ഫീലിംഗ് വെരി അൺകംഫർട്ടബിൾ. എനിക്കത് എത്രയും പെട്ടെന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരും. ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കണം ഞാൻ. എനിക്ക് പറ്റണില്ല. ബിക്കോസ് ഐ എം ടു മച്ച് അറ്റാച്ച്ഡ്. കാരണം സക്സസ് എന്നുള്ള പോയിന്റിൽ മിൻഹ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് പറഞ്ഞ പാരൻസ്. അതൊരു റീച്ചിലെത്തിയിട്ട് എനിക്ക് വാപ്പാനും മനും വേണ്ടെന്ന് പറയുന്നതല്ല. അപ്പം അമ്മാസ് വാസ് എ റീസൺ ഐ വോണ്ട് ദം വിത്ത് മീ എന്നുള്ള സംഭവമാണ്. ടു ഓൾ ദ ഫാദേഴ്സ് ഔട്ട് ദെയർ വെരി ബിഗ് സല്യൂട്ട്. കാരണം അതുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ അപ്പന്മാരെന്ന് പറയുന്നത് ഒരുപാട് പ്രഷറിലൂടെ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റണം. ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, ആസ് എ സൺ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഫാമിലി ഈസ് എ നൈസ് തിങ്. ഇപ്പോൾ കല്യാണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇൻഡിപെൻഡൻസ്, ഹൈപ്പർ ഇൻഡിപെൻഡൻസ് കയറിയിട്ട് ഫാമിലിയൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് പോവാണ്. ഫാമിലി വേണ്ട, ഇൻഡിപെൻഡൻസ് വേണം, വി വോണ്ട് ടു ലിവ് അവർ ലൈഫ്, നമുക്ക് കാർ വേണം, വണ്ടി വേണം. See, nothing can replace the beauty of a family. ഒരു ഫാമിലി ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ അനദർ ഫീലിംഗ്. അത് അതിന് ഏത് ഇൻഡിപെൻഡൻസും എത്തിക്കാൻ പറ്റൂല. എത്രയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും വി ആർ ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ഓൺ എ മാൻ. ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം, വി ആർ ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ഓൺ മാൻ, either ഫാദർ ഓർ ഹസ്ബൻഡ്. നമ്മൾ ഗേൾസ് പറയും നമ്മൾ ഇത്ര ഇൻഡിപെൻഡൻ്റ് ആണ്, വി ഹാവ് ദിസ് തിങ്സ്, മണി ഉണ്ട്, നമുക്ക് ആണുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്രണ്ടിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. ആർക്കും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ്. എല്ലാവർക്കും വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. സോ ഫാദേഴ്സ് ദേ ആർ റിയൽ ഹീറോസ് ഓഫ് അവർ ലൈഫ്. ലൈക്ക് ഉമ്മൻ്റെ പോലെ തന്നെ ഏറ്റവും വലിയ ഹീറോ ഒരു പോയിന്റ് എടുക്കുന്ന ആളുകളാണ് ഫാദേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാദേഴ്സിനും നമ്മുടെ ഒരു സല്യൂട്ട് കൂടി നമ്മൾ അറിയിക്കുന്നുണ്ട്.